വേലയും. അതുകൊണ്ട് പിന്നെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടാൻ നിങ്ങൾ മുഖാന്തരമാകുന്നത് എത്ര പേരെ പിന്നെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഈ എന്തായാലും പറഞ്ഞ പ്രേക്ഷിത വേല, ഇങ്ങനെയുള്ള വേലകളും നമ്മുടെ ഈ കർത്താവിൻ്റെ കാഴ്ചപ്പാട് നമ്മളുടെ ബന്ധമുണ്ട്. ആ സബ്ജക്റ്റ് തന്നെ പറയാം. ഈ നമ്മുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പ്ലാനിൽ ഭൂമിയിൽ നടപ്പിലെത്തുന്നതിന് പരിശുദ്ധാത്മാവിന് വിധേയമായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ കാര്യം ഈ ഭൂമിയിലുള്ള സർവത്രം പ്രാർത്ഥിക്കുക. സ്നേഹവാനും അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് തിരുസന്നിധി വന്ന് തലകളെ വളർത്തുവാൻ ഈ ഒരു അവസരത്തെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഒരുക്കിയതിന് കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾ എങ്ങനെ നടത്തണം അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന വചനം അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിച്ച് അതിനനുസരിച്ചുള്ള പ്രതികരണം ഞങ്ങളുണ്ടാകുവാൻ അവിടുത്തെ ആത്മാവ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ആദ്യവസാനം അവിടുന്ന് അധ്യക്ഷനായി കുറവുകളെ ഒന്ന് കണക്കിടും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് ട്രബിൾസ് ഉണ്ട്. ഇപ്പോൾ മനുഷ്യന് ദാരിദ്ര്യം, കഷ്ടത, ഒരുപാട് ക്രൈംസ്, വലിയ ചൂഷണത്തിൻ്റെ ഘടനകൾ, വലിയവൻ ചെറിയവൻ, ജാതി വ്യത്യാസം, വലിയ എവിടെയും തിന്മകളാണ്. അതെന്തുകൊണ്ട്? ഇതാണ് ചിന്താവിഷയം. എവിടെങ്കിലും ഹാർമണിയിൽ നല്ല ഇത് പോകണമെങ്കിൽ ഏക പ്ലാൻ, ഏക കൺട്രോളിൽ പോയെങ്കിൽ അത് ശരിയാകും. പലരും പല പ്ലാനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിയാകും. പ്ലാനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ചെയ്തു, എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഏക പ്ലാനിൽ പോകണം. ശരിയോ തെറ്റോ? അതിന് ഉപമ കൊണ്ട് പറയണോ, അതോ നിങ്ങളത് എഗ്രി ചെയ്താൽ ഞാൻ സമസ്ത സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അപ്പൊ സമസ്ത സൃഷ്ടിക്കും സർവജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം കൊടുക്കുന്നതായത്. അപ്പൊ ഏക പ്ലാനിൽ പോകാൻ മനുഷ്യന്റെ പ്ലാൻ ഒരു നല്ല പെർഫെക്റ്റ് ഒരു പ്ലാൻ സർവ ലോകത്തിനും മനുഷ്യനും ജന്തുക്കൾക്കും പ്രകൃതിക്കും എല്ലാം ചോക്കൗട്ട് ചെയ്യാൻ മനുഷ്യരെ കൊണ്ടുപോകും. അവനിത് എന്തോ അറിയാൻ ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റ് ടാസ്ക്. അവൻ ഫൈനൈറ്റായിട്ട് മനുഷ്യന് സാധിക്കും. അപ്പം മനുഷ്യൻ്റെ പ്ലാനിൽ പോയാൽ കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ? ഇല്ല. ദൈവത്തിന് മാത്രമേ സമസ്ത സൃഷ്ടിക്കും കൂടെയുള്ള ഏറ്റവും പെർഫെക്റ്റ് പ്ലാൻ ചോക്കൗട്ട് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ദൈവ പ്ലാന് ദൈവത്തിൻ്റെ കൺട്രോളിൽ നടന്നെങ്കിലേ കാര്യം സാധിക്കും. അപ്പോൾ ദൈവ പ്ലാൻ എന്തെന്നുള്ളതാണ് പ്രശ്നം. അതാണ് യേശു പറഞ്ഞ ദൈവരാജ്യം, ദൈവത്തിൻ്റെ സിസ്റ്റം. നീതി, സമാധാനം, പരിശുദ്ധാത്മാ, സന്തോഷം. എല്ലാവർക്കും ഏറ്റവും ആഴമേറിയ സന്തോഷം എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും നിത്യമായ സമാധാനം ഉണ്ടാകണം. ഇത് വേണമെങ്കിൽ ഭൂമിയിൽ നീതി നടക്കണം. നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് റിലേഷൻ. ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം കറക്റ്റായി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബന്ധങ്ങൾ ഒന്ന്, മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം, അതാണ് ബേസിക്കായി ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ. രണ്ട്, മനുഷ്യൻ അവനോട് തന്നെയുള്ളവർ, അവൻ്റെ സ്വഭാവത്തെ അവൻ ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒരു ഡിസിപ്ലിൻ വരുത്താൻ മിക്ക മനുഷ്യർക്ക് സാധിക്കത്തില്ല. ദേഷ്യവും അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴേക്കും
അവനെ തന്നെ കൺട്രോൾ ചെയ്യണം. അവൻ തന്നെ തന്നെ ദൈവഹിത പ്രകാരം കൺട്രോൾ ചെയ്യാനുള്ള ഡിസിപ്ലിൻ. മറ്റ് സമസൃഷ്ടിയോടുള്ള മനുഷ്യരോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, ഇതെല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമായെങ്കിൽ കാര്യം ചെയ്യും. ഞാൻ ചുരുക്കി പറയാൻ എന്താണ്, ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടാൽ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും പ്ലാനോ താല്പര്യമോ എന്ന് പറയുന്നു. അതോ ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതി ദൈവ കൺട്രോളിൽ നടത്തണമെന്നാണോ നമ്മുടെ ഇത്തരം നമുക്ക് ഡയലോഗായിട്ട് പോകാം. ദൈവത്തിൻ്റെ കൺട്രോളിൽ പോകണം നമ്മുടെ പ്ലാൻ വരിക. അത് എങ്ങനെ സാധിക്കണം? അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ബന്ധപ്പെട്ടു. മനുഷ്യനെ ശരീരം, മനസ്സ്, ആത്മാവ്. അപ്പോൾ അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അഖിലാണ്ടത്തിൻ്റെ ആത്മാവായ ദൈവത്തോട് ലിങ്ക് ചെയ്താൽ അവനൊരു ആത്മമനുഷ്യനാണ്. ലേഖനങ്ങളൊക്കെ പോലീസ് ഡെവലപ്പ് ചെയ്ത് തിങ്കിങ്. അങ്ങനെ വന്നാൽ അവൻ ഗോഡ് സെൻറ്റേഡ് ആയിരിക്കും. അവൻ്റെ ലക്ഷ്യം ദൈവരായിരിക്കും, ദൈവത്തിൻ്റെ സിസ്റ്റം കൊണ്ടിരിക്കും. അവൻ്റെ വാല്യൂ സിസ്റ്റം അതിനു വേണ്ടിയുള്ളതൊക്കെ മഹത്വം. അവൻ ആഗോളതലത്തിലുള്ള ഒരു വീക്ഷണമായിരിക്കും. അവൻ തന്നെ തന്നെ മുഴുവനായിട്ട് ഇത് സമർപ്പിക്കാൻ അങ്ങനത്തെ ഒരെണ്ണം. അവൻ സെൽഫ് സെൻറ്റേഡാണ്. എന്നിട്ട് ഭൂമിയിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നിന്ന് പല ഘടനകളുണ്ട്. സോഷ്യൽ ഘടന, റിലേഷൻഷിപ്പ്. ദൈവത്തോട് ബന്ധപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോൾ തമ്മിൽ ആരാ? സഹോദരങ്ങൾ. വലിയ ചെറിയനുണ്ടോ? സുറിയാനി ക്രിസ്ത്യാനി, ഹരിജൻ ക്രിസ്ത്യാനിയുണ്ട്. എല്ലാവരും സമന്മാർ. 3 അടുത്തതാണ് ഏറ്റവും പ്രധാനം. ദൈവം തന്നിരിക്കുന്ന ഭൂമിയുടെ വിഭവങ്ങൾ ചിലർക്കും കൂട്ടിവെച്ച് കൺട്രോൾ ചെയ്യാനോ അതോ എല്ലാവർക്കും അവരുടെ നിത്യാവശ്യത്തിന് ദൈവം തന്നിരിക്കുന്നു. അപ്പോൾ പൊതു ഉടമയിൽ എല്ലാവരുടെയും നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആർഭാടങ്ങൾ കരുത്. അതെല്ലാം അവൻ്റെ ഗ്രീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം, അതിന് വലുത്. അങ്ങനെ അവൻ്റെ നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്ത് ഷെയർ ചെയ്യുന്ന സിസ്റ്റം. ആ സിസ്റ്റമാണ് ആദ്യം അപ്പസ്തോലിക സഭയുടെ സിസ്റ്റം, സാമ്പത്തിക സിസ്റ്റം. അവനെ പൊളിറ്റിക്കൽ സിസ്റ്റം എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് ബോഡീസിൽ ഒരു വോയിസ് വേണം. അല്ലാണ്ട് ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനല്ല. അതിൻ്റെ മോഡലാണ് ആദ്യം അപ്പസ്തോലിക സഭ. അവർ ഏക മനസ്സ്, ഏക ദൈവം, ഏക ആത്മാവുള്ളവരായിരുന്നു. ഒന്നും സ്വന്തമെന്ന് കരുതില്ല, പൊതുവെന്ന് കരുതി തമ്മിൽ ഷെയർ ചെയ്ത് ചെയ്യും. ഈ ഒരു സിസ്റ്റം ലോകത്ത് വരണം. അതാണ് ദൈവിക ഘടന. അത് വരാതിതൊന്നും ശരിയാകും. ഇത് വരുത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? 3 പ്രവർത്തനങ്ങൾ വേണം ഇതിന്. ഏറ്റവും ഇപ്പോഴത്തെ ട്രബിൾ മുഴുവൻ എന്തുവാ? സ്വയകേന്ദ്രീയമായതാണ്. അതിന് പറയുന്നതാണ് പാപം. മനുഷ്യൻ്റെ പാപം കൊണ്ട് അവൻ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ച് അവനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അവന് വേണ്ടി അവൻ്റെ കുടുംബം അവൻ്റെ സന്തോഷത്തിന്, അവൻ്റെ ജോലി അവൻ്റെ സന്തോഷത്തിന്, അവൻ്റെ ആനന്ദത്തിന്, അവൻ്റെ കുടുംബത്തിന് എല്ലാം ദൈവം അവൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരെണ്ണത്തിൽ നിന്ന് സർവ്വതും ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന് രാജ്യത്തിനെന്നാണ്. അതെങ്ങനെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പഠിപ്പിക്കലിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കൽ മുന്നിൽ നമ്മൾ മനസ്സിലാക്കണം. ആ പഠിപ്പിക്കലിലെ 5 സ്നേഹം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് ഓടിച്ച് പറയാം. ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കംപ്ലീറ്റ് ആയിട്ട് ഗോഡ് സെൻറ്റേഡ് ദൈവമാണ്. രണ്ടാമത് തൻ്റെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അതങ്ങനെ അയൽക്കാരനെ തന്നെ പോലെ. അതാണ് ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാം. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ
ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ രീതി ഈ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തി ഒഴിയുന്നതും ശരിക്കും വ്യക്തമാക്കണം. നല്ല ശമരിയക്കാരൻ ഉപമ ഞാൻ എൻ്റെ രീതിയിൽ പറയാം. ഇപ്പോൾ നടന്നാലും ഇത് നിങ്ങൾ കേട്ടില്ല, ഞാൻ ഏതോ ഒരിടത്ത് പറഞ്ഞു ഇവിടെ. അപ്പോൾ ഇവിടെ കച്ചവടക്കാരുണ്ട്. ഒരു കച്ചവടക്കാരൻ കാട്ടുപ്രദേശത്തൂടെ പോയപ്പോൾ കൊള്ളക്കാർ വന്നു അതിലെ മുറിവേറ്റ് ചാടിയിട്ട് കൊള്ളയിക്കുന്നു. ആദ്യം വന്ന ആരാ? നമ്മുടെ അച്ഛൻ അച്ഛന്മാർ സന്നദ്ധ സുവിശേഷത്തിൻ്റെ മാസക്കൂട്ടായിട്ട് പോയി. അതവിടുത്തെ ഒരു വലിയ ഹോട്ടലിലാണ്. അതിൻ്റെ വലിയ റൂമുണ്ട്, ഹോളുണ്ട്. അവിടെ വെച്ചാണ്, അവിടോട്ടാണ് അച്ഛൻ പോകുന്നത്. അപ്പം വീണ് കിടക്കുകയാണ്. പോയാ കുപ്പായോ എല്ലാം മണ്ണും ചെളിയും വിരലും കുഴപ്പമാണ്. വീഴ്ചയും വരക്കണം. പുറകെ വരുന്ന ആരാ? നമ്മൾ ദേവി എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ, നമ്മുടെ ഒരു സന്നദ്ധ സുവിശേഷം. വീണ് കിടക്കുക കണ്ടപ്പോൾ ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് പറഞ്ഞോണ്ട് പുള്ളിയെ കാണുന്നത് കടത്തി എന്നിട്ട് പറഞ്ഞു, സഹോദരൻ മരിച്ചു. എന്നാൽ ആത്മാവ് ഇവിടെ പോകും, സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകും? ഇപ്പോൾ ചിന്തിക്കണം. യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചാൽ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് നസ്രായനായ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കും. പുറത്തേക്ക് ശമരിയക്കാരനില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ദൈവമൊന്നുമില്ല. അതിലേ വന്നു പുള്ളി ഒരു ഇതിലാണ് വന്നത്, നമ്മുടെ സ്കൂട്ടറിൽ. അതിൽ ഈ പുള്ളിയെ വലിച്ച് കയറ്റി ബുദ്ധിമുട്ടി ഇനി ഹോട്ടലിൻ്റെ അവിടെ പോയി. അപ്പോൾ ഹോട്ടലിൽ എന്ത് നടക്കുന്നതെന്ന് അറിയണ്ടേ? സന്നദ്ധത്തിൻ്റെ മീറ്റിംഗ് തുടങ്ങാൻ വന്നപ്പോൾ സന്നദ്ധ സുവിശേഷൻ അച്ഛനെ കണ്ടപ്പോഴും, അച്ഛാ വഴിക്കും കച്ചവടക്കാരൻ വീണ് മരിക്കാറായി കിടക്കുന്ന കണ്ട് സഹോദര, നമുക്ക് ആ കച്ചവടക്കാരന് വേണ്ടി പ്രാർത്ഥന. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന അച്ഛനായി. വഴിയിൽ കൊള്ളക്കാരുടെ കുത്തേറ്റ് മുറിവേറ്റ് കിടക്കുന്നതായ കച്ചവടക്കാരന് വേണ്ടി ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ശുദ്ധമായി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ സന്നദ്ധനെ വിളിക്കണം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ ആണിപ്പാടുള്ള തരങ്ങളെ തൊട്ടുതരിത്യമാക്കി കച്ചവടക്കാരന് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് തീരുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കച്ചവടക്കാരനെ കൊണ്ട് വരുന്നത്. അപ്പോൾ അച്ഛനും കച്ചവടക്കാരനോട് കൂടിയിരിക്കുന്ന കൂട്ടായ്മക്കാരെല്ലാം കൂടെ എന്ത് പറയുക? ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കച്ചവടക്കാരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ കർത്താവേ നിനക്ക് സ്തോത്രം, ഹല്ലേലൂയ. ഇതല്ലേ നമ്മൾ പ്രാർത്ഥന കൂട്ടല്ലേ? അല്ലാതെ വീണ് കിടക്കുന്നവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്രിസ്ത്യനാണ് നമ്മുടെ കൂട്ടായ്മക്കാരൻ. അപ്പോൾ വീണ് കിടക്കുന്ന ആവശ്യക്കാരനെ സഹായിക്കും. തമ്മിൽ ജീവൻ കൊടുക്കാൻ തന്നെ തയ്യാറായിക്കൊണ്ട് വേണം തമ്മിൽ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കും. ജീവൻ കൊടുക്കാൻ പറ്റും തമ്മിലുള്ള കൂട്ടായ്മക്കാരൻ. ശത്രുവിനെയും സ്നേഹിക്കണം, അതാ യേശു. പ്രകൃതിയെയും സ്നേഹിക്കണം, അതാണ് പ്രകൃതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ സമസ്ത സൃഷ്ടിക്കുന്ന സുവിശേഷം. ഇതാണ് യേശുവിൻ്റെ പഠിപ്പിക്കലിൽ പ്രധാനം. അതിനെന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞതും കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഫൈനലിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഭൂമിയുടെ അധികാരി ആരാണ്? പലരും പഠിപ്പിക്കുന്ന ചെകുത്താനാണ്. അല്ല, ഭൂമിയുടെ അധികാരി യേശുവാണ്. ദൈവരാജ്യം ഇവിടെ സ്ഥാപിച്ചു. ചെകുത്താൻ അതിൻ്റെ റിബല്ല, അവൻ്റെ ലോകവ്യവസ്ഥിതി അതിൻ്റെയാണ്. ആകയാൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ച്
സകല ജാതികളെയും ശിഷ്യരാക്കണം, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ അർത്ഥവത്തായ സുവിശേഷ പ്രവർത്തനം നടത്തും ലോകത്തിൻ്റെ അർത്ഥത്തോളം. അതാ യേശു കൽപ്പിച്ചത്. യേശു മർക്കോസിൽ പറയുന്നത് നിങ്ങൾ പോയി സമസ്ത സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അപ്പം എല്ലാ സൃഷ്ടി വരെ ഇക്കോളജിയിൽ നിന്ന് രക്ഷിക്കപ്പെടത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളൊക്കെ വേണം. അടുത്ത ലൂക്കോസ് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തിയില്ല 1:6-8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ആദ്യ യെരൂശലേം, യഹൂദി, ശമരി, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. യേശുവിനെ സാക്ഷികളാക്കുമെന്ന് വെച്ചാൽ ജീവിതത്തിൽ കൂടിയും വാചകത്തിൽ കൂടിയും പ്രസംഗത്തിലും പ്രവൃത്തിയിലും കൂടെ യേശു പഠിച്ചതൊക്കെ സാക്ഷികൾ. യോഹന്നാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട്. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പിതാവ് എന്തിനാണ് യേശുവിനെ അയച്ചെന്ന് ലൂക്കോസ് 4:18-19 എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളതുകൊണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കണം, ഭക്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കണം, പീഡിതന്മാരെ വിടുവിച്ചയക്കണം, പ്രസംഗമല്ല, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗം. ഇതൊക്കെ പരിശുദ്ധാത്മ ശക്തി ചെയ്യാനുള്ള ദൗത്യത്തിനാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഈ ദൗത്യം ചെയ്യുന്നവരാണ്. അതാകണമെങ്കിൽ പുസ്തകത്തിലായിത്തീരണം. പുസ്തകത്തിലായിത്തീരുന്ന ആണെങ്കിൽ നമ്മളെ യേശുവിനെ അർത്ഥവത്തായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്കുള്ളത് മുഴുവൻ യേശുവിനെ സമർപ്പിക്കാൻ മനസ്സിൻ്റെ ഒരു അന്തരമുണ്ടാകും. ഇപ്പോൾ എല്ലാം നമുക്ക് വേണ്ടിയല്ലേ. അവിടെ ഞാനെന്നുള്ളത് മാറ്റി നമ്മൾ ഈ പഠിച്ച ഇതൊക്കെ പറഞ്ഞ യേശുവിനെ അവിടെ സ്ഥാപിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, അങ്ങനെയുള്ളവരുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവോട് കൂട്ടിച്ചേർത്ത് അവിടെ പുതിയ സൃഷ്ടിയാണ്. അതാണ് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? വീണ്ടും ജന്മം പ്രാപിക്കണമെങ്കിൽ ആത്മാവിൽ പുതിയ സൃഷ്ടിയാകണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ പുതിയ സൃഷ്ടിയാക്കുക. അതിനെന്ത് ചെയ്യണം? യേശുവിൻ്റെ ജീവിതവും പഠിപ്പിക്കലും അത് കേട്ടിട്ടില്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതാണ് സുവിശേഷ പ്രസ്ഥാനം. ഇതാണ് ഏറ്റവും മുഖ്യം. ഇത് പുള്ളിക്കാരിക്കില്ല. അപ്പോൾ ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ത് ചെയ്യും? നിലവിലുള്ള അനീതിയുടെ ഘടനകളെ മാറ്റാൻ ഒരു സ്ട്രഗിൾ നടക്കും. അതിനെ സോഷ്യൽ ആക്ഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, അസമത്വത്തിൻ്റെ ഘടന, പിന്നെ ചൂഷണത്തിൻ്റെ ഘടന, എക്സ്പ്ലോയിറ്റിംഗ് ഘടന, ആർബിട്രേഷൻ ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഈ ഘടനകൾ മാറി എല്ലാവർക്കും അവർക്ക് ബേസിക് നീഡ്സ് കിട്ടത്തക്കവണ്ണം സർവ്വരും സഹോദരങ്ങളെന്നുള്ള രീതിയിൽ ഉള്ള ദൈവരാജ്യത്തിൻ്റെ ഘടന വരാനുള്ള ആക്ഷനാണ് സോഷ്യൽ ആക്ഷൻ. ഇതാണ് ഈ ദയാഭായി ചെയ്യുന്നത്. പുള്ളി പോയ ആ പ്രദേശത്ത് ആദിവാസികളെ ഇവരൊക്കെ നിഷ്ഠൂരമായിട്ട് ഒപ്രസ് ചെയ്യുന്ന ഒരു സമൂഹം ചെല്ലുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നവരെയൊക്കെ പോലീസും കൂടെ ചേർന്ന് ഉപദ്രവിക്കും. അതുകൊണ്ട് അവിടെയാണ് ദയാഭായിട്ടെന്ന് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് ബോധവൽക്കരിച്ച് അവരെ വലിയ ഫോഴ്സാക്കി ഈ അനീതിക്കെതിരെ പോരാട്ടമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ പോരാട്ടമുള്ളതിന് കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള പോലീസ് ഈ അനുഗ്രഹീതയായ സ്ത്രീയെ നിഷ്ഠൂരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ ജനങ്ങൾ പുള്ളിക്കാരിയുടെ കൂടെ നിന്നുകൊണ്ട് അത് വലിയ പ്രസ്ഥാനമാണ് ഇതിനും. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻ ഞങ്ങളത് ജനങ്ങളെ സംഘടിപ്പിച്ച് ചെയ്ത കേസുകളൊക്കെ വന്നു. പോലീസിൻ്റെയും ഗവൺമെൻറ് ഉപദ്രവം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞാൽ വന്നോ. അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ കൊല്ലംകാരൻ സുനിൽ കുമാറും അവിടുത്തെ
സൂപ്രണ്ട് ഓഫ് പോലീസ് കണ്ണൂരുകാരൻ ഉണ്ണി എന്ന് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായി. പോലീസിനൊക്കെ അവർ താക്കീത് പറഞ്ഞു നിർത്തി. അതുകൊണ്ട് ജനങ്ങളുടെ ഈ മൂവ്മെൻറ്റ് വലിയ സക്സസ് ആയി. അത് ചേഞ്ച് ചെയ്യാൻ വേണം. അത് എവരെസ്റ്റ് ഇതുണ്ടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരെണ്ണം കിട്ടാൻ. അത് പുല്ല് മേഖലയിൽ പുള്ളിക്കാർ പോയതിനൊക്കെ 3 ബ്ലോക്ക് മുഴുവൻ ഇപ്പം അവിടെ ഞങ്ങൾ ചപ്പ് പ്ലാന്റിങ് നടത്തി. അത് ഞാൻ പറഞ്ഞു, അതോ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഈ പാവപ്പെട്ടവനെ അല്ല ഇവരുടെ ജന്മിമാരുടെ അക്രമത്തിൽ നിന്ന് റിഡീം ചെയ്തു. ഒറ്റ ജന്മി അവരുടെ ഗുണ്ടായോടെ അനങ്ങത്തില്ല. ഗുണ്ടാകളൊക്കെ പിരിച്ചുവിടേണ്ടി വന്നവർ. അപ്പം എന്ത് പറ്റിയെന്നറിയാമോ? അവിടെയാ ഈ പാവപ്പെട്ടവരുടെ നേതാക്കന്മാര് ഒരു കൊച്ചത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കോൺവെർസേഷൻ ഒരു കൊച്ചനെ ഒരു മില്ലോണർ, ഒരു ഹരിജൻ കൊച്ചൻ 12 വയസ്സേ ഉള്ളൂ. ഒരു മില്ലോണർ അവിടെ നിന്ന് മൂട്ടിച്ചെന്ന് കണ്ട് ജോലിക്കാരെ കൊണ്ട് തല്ലിച്ച് അവൻ അവശനായി വീണ് പോലീസൊന്നും കേസെടുക്കത്തില്ല. അപ്പം ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ വലിയ ജനശക്തി ആയതുകൊണ്ട് അയാൾക്ക് വഴങ്ങേണ്ടി വന്നു. 3000 രൂപ ഈ കൊച്ചന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. 80 അത് 3000 രൂപയായിട്ട് അയാളത് വാങ്ങിച്ചു. പാവങ്ങളുടെ നേതാക്കന്മാരുണ്ട്, അവന്മാർ 2000 അടിച്ചിട്ട് 1000 കൊച്ചന് കൊടുത്തു. അപ്പം ഇതാണ് സോഷ്യൽ ആക്ടിവിറ്റി നിർത്തി പാവങ്ങളെയൊക്കെ ഉദ്ധരിച്ച് അവർക്ക് ലിബറേഷൻ കിട്ടിയാൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ്റെ നേതാക്കന്മാർ ഒരു നിമിഷമാണ്. ഇതാ കേരളത്തിൽ ആദ്യകാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഈ ഹരിജനങ്ങളെയും പാവപ്പെട്ടവരെയും ഉദ്ധരിച്ച് വളരെ നീതിപൂർവ്വം ജീവിച്ചു. ഇപ്പോഴത്തവൻ അങ്ങനെയാണ്. അവന് കാര്യമൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്ക് നേതാക്കന്മാരെ മുതലാളിയേക്കാൾ വലിയ ചൂഷകനായി. മന്ദുകാല് വഴത്തെ കാലയിലെ മന്ത് ഇടത്തെ കാലയെ വന്നതേ ഉള്ളൂ. അപ്പോൾ വ്യക്തികൾ രൂപാന്തരപ്പെടാതെ, അതാണ് ബേസിക്. അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി തിന്മ മുന്നേ കണ്ടാൽ അടങ്ങിയിരിക്കും, ഉടനെ അതിനെ പ്രതികരിക്കും. അത് രൂപാന്തരപ്പെടാത്തവൻ കണ്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. അതാണ് അതിൻ്റെ വ്യത്യാസം പ്രവൃത്തിയിലേക്ക് വരിക. അപ്പോൾ ഈ സോഷ്യൽ ആക്ഷനിൽ മാത്രം നിൽക്കുന്ന ദയവായാണ്. പക്ഷെ തല്ലുമൊക്കെ കൊണ്ട് അവിടെ ഒരു ചേഞ്ചുമൊക്കെ വന്നുകൊണ്ട് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, അയച്ചത് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, ദയവായി ചെയ്ത് നല്ല കാര്യം ഇതെല്ലാവരും ചെയ്യുന്നു. വാട്ട് അബൌട്ട് യുവർ ഫോളോവേഴ്സ്? അവരെ ദയാവായിയെ പോലെ കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചു. ഇത്ര യേശു നോയും പറഞ്ഞു. അവനൊക്കെ വ്യത്യാസമുണ്ടാകും. അവനും ഇതിനെ മിസ്യൂസ് ചെയ്ത് അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ബേസിക്കായി വേണ്ടത് യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് അങ്ങനെ സർവ്വവും ഈ ഇതൊക്കെ ചെയ്യുന്ന യേശുവിനെ, ദൈവത്തിൻ്റെ തിരുശരീരമായ യേശുവിനെ മനസ്സിലാക്കി ആ ദൈവരാജ്യത്തിന് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെടാനുള്ള സുവിശേഷീകരണമാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളവിടെ ചെയ്യുന്നതൊക്കെ അതാണ്. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് സുരക്ഷാക്കി. ഇപ്പം ഞങ്ങളവിടെ അണ്ടത്തബിലിറ്റിയൊക്കെ മാറ്റിക്കിടന്നു. ഇല്ലാത്തടത്തൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഇപ്പോഴും ഇങ്ങനത്തെ അവരുടെ കൊള്ളില്ലായ്മകളുണ്ട്. അതിനെയൊക്കെ എത്തിക്കാനുള്ള വലിയ പ്രസ്ഥാനങ്ങളുണ്ടാകും. അപ്പോൾ സോഷ്യൽ ആക്ഷനിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം ലോകമൊട്ടുക്ക് വരാൻ വർഷങ്ങൾ പിടിക്കും, നൂറ്റാണ്ടുകൾ പിടിക്കും. അപ്പോൾ പാവങ്ങൾ കഷ്ടപ്പെടുകയും അവർക്ക് എന്തെങ്കിലും താൽക്കാലിക സഹായം ചെയ്യണം. അതിനാണ് സോഷ്യൽ സർവീസ്. അപ്പം ക്രിസ്തീയ മിഷൻ ഇടവർക്ക് വേണ്ടത് ഏറ്റവും പ്രധാനം സുവിശേഷീകരണം, ഇവാഞ്ചലൈസേഷൻ. രണ്ടാമത് സോഷ്യൽ ആക്ഷൻ. മൂന്നാമത് സോഷ്യൽ സർവീസ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളിവിടെ എന്നാ ചെയ്യാനാണ്?
അതിനാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഈ മേഖലകളിൽ പോയി ഈ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് അവരുടെ സപ്ലയേഴ്സായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ടാകും. നിങ്ങൾക്ക് സോഷ്യൽ ആക്ഷൻ ഇവിടെ ഒക്കുന്നില്ല. ഇവിടുത്തെ ഘടന മാറ്റാൻ ചെന്നാൽ യവന്മാർ വിടുമോ? സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ അവരെ ബോധവൽക്കരിച്ചുവല്ലോ അവരുടെ ഉള്ളിൽ വരുത്തിയെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ ഉള്ളവരുടെ ഇടയിൽ പല സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസൊക്കെ വന്ന് അതിൽ കൂടെ അവരുമായിട്ട് ബന്ധമുണ്ടായി കൃഷ്ണനെ പറ്റിയൊക്കെ പറയാനായിട്ട് അതിന് ഞാനും വന്നപ്പോൾ ഞങ്ങൾ രണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കണ്ടപ്പോൾ ഈ നമ്മുടെ ക്യാമ്പുകളിൽ എന്ത് ചെയ്യാമെന്നുള്ളത്. ഒന്ന്, ക്യാമ്പുകളിൽ ചെയ്യാവുന്നത് നാളെ ഞാൻ കൂടുതലത് കണ്ടപ്പോൾ കുറേ മനസ്സിലാക്കി. എനിക്ക് രണ്ടെണ്ണം തോന്നി. ഇതിലൊക്കെ മദ്യപാനികളുണ്ട് ഇല്ലേ? അപ്പോൾ ഡി അഡിക്ഷൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയ ഇവിടുത്തെ സർക്കാർ വേണ്ടെന്ന് പറയണം. ആരും അതിനെ എതിർക്കത്തില്ല, എതിർക്കുന്നു. മദ്യപാനത്തിനെതിരെ രക്ഷിക്കാൻ നമ്മൾ എന്ന് അതിനുള്ള ഉപദേശങ്ങളും വേണ്ടി വരുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിൻ്റെ ട്രെയിനിങ് കിട്ടി. അങ്ങനെ ഇവർക്ക് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോയാൽ ഈ ഏരിയകൾ വിസിറ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ് തടയുമോ ഇല്ലയോ? തടയത്തില്ല. ഒന്ന്. രണ്ടാമത് നമ്മുടെ ഇടവകയിൽ ഡോക്ടർമാരുണ്ടോ? എത്ര ഡോക്ടർമാരുണ്ട്? എത്ര? 10 പേരെങ്കിലും. ഈ 10 പേര് ആഴ്ചയിൽ ഓരോരുത്തരാഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും പോയി 2 മണിക്കൂറോ വല്ലവരുടെ അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനും എക്സാം ചെയ്യും. ഇത് ഗവൺമെൻറ് തടയുമോ? അല്ല, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇതിലുണ്ടാകുമോ? ഗവൺമെന്റ് സൈഡിൽ മദ്യപിച്ച ഒരാള് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഗവൺമെന്റ് ചോദിക്കുന്നത് എങ്ങനെ മദ്യപിച്ച് ഇവിടുന്ന് വിട്ടേന്നും പറഞ്ഞു സമാധാനം പറയാം. ഞാൻ എങ്ങനെ ഇവിടുത്തെ നിയമവിരുദ്ധ മദ്യപിക്കുന്നില്ല. പെർമിഷൻ ഉള്ളവർക്ക് മദ്യപിക്കാൻ കിട്ടുകയല്ലേ? മദ്യപാനത്തെ കുറിച്ചുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് ഇപ്പൊ ഈ ക്യാമ്പുകളിൽ നമ്മൾ ബേസിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ഗവൺമെന്റിന്റെ പിന്നെ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ഒന്നും ഇരിക്കില്ല. മദ്യപാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പബ്ലിക് നിന്നുള്ള മദ്യപാനം ഇല്ലെന്നാണ് ഇവർക്ക്. പക്ഷെ അറിയാം, ഇവിടെ ഉണ്ടെന്നുള്ളവർക്ക് അറിയാം. പക്ഷേ ഇവരുടെ നിയമത്തിന്റെ പിന്നെ ചുവട് പിടിച്ച് അവർ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. നമുക്ക് എന്നാൽ റൂമിൽ കയറി നമുക്ക് അന്വേഷിച്ചടക്കാനൊന്നും പറ്റുകയല്ല. ഇല്ല, അവർക്ക് സീരിയസ് കൂടുതൽ. ഞാനൊരു കാര്യം ചോദിച്ചു, ഇതിൻ്റെ സാങ്ഷൻ തരേണ്ട അതോറിറ്റിയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇവിടെ ആരാ തരാൻ? അതിൻ്റെ ഒരു അതോറിറ്റി മെഡിക്കലില്ല, മധ്യവർത്തനത്തിന് അവരാണ്. വാട്ട് യു സേസ് അവരെ കണ്ടോ? ആരെയും കണ്ട് ചോദിച്ചോ? ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. നാളെ ആരെങ്കിലും ഇവരോട് സംസാരിക്കത്തക്കോണമുള്ള ഒരാളെൻ്റെ നമുക്ക് 2 ഇവരോട് സംസാരിക്കാം. വാട്ട് ഈസ് ദ റിസൾട്ട് എന്ന് പറയാം. ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ വന്നാൽ എന്തെങ്കിലും നടക്കുമോ? നടക്കുമോ ഇല്ലയോ? എന്തെങ്കിലും ഒഴിയണമെങ്കിലുള്ള മാർഗം എന്നാ? നടക്കത്തില്ലെങ്കിൽ ഞാൻ പറയും ഓടാൻ പറയും. അത് വെറുതെ പറഞ്ഞോളം നടക്കുകയല്ല. നാളെ വി വിൽ ചെക്ക് ഈ 2 കാര്യം അവരോട് ചോദിക്കും. ഈ ക്യാമ്പുകളിലൊക്കെ നമുക്കതിന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളിൽ ഉള്ള ആളുകളും ഞങ്ങൾ അതിന് പറ്റിയ ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, ഡി അഡിക്ഷൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ആരെൻ്റെ കൂടെ വരും? എത്ര മണിക്കാണ്?
അവധിയാണെങ്കിൽ താമസിക്കുന്നുണ്ടോ അറിയാമോ? അതിന്റെ പ്രൊഫഷൻ ദുബായ് പോലീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഏതാ? അതിന്റെ ദുബായ് പോലീസിന്റെ അണ്ടറിലാണ് ഇത് ഇങ്ങനത്തെ കേസൊക്കെ വരുന്നത്. അപ്പൊ ദുബായ് പോലീസ് അതിന്റെ ടോപ്പിൽ ആളെ കാണാം. അത് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ നടക്കത്തില്ല, ഈസിയല്ല. അതിന് പറ്റിയ സോഴ്സ് ഉള്ള ആളിനെ എടുത്തുകൊണ്ട് പോകണം നമ്മൾ. പിന്നെ നമ്മുടെ കൂടെ വരും. പിന്നെ ഇതുപോലെ മീറ്റിങ്ങിന് കൂടാൻ പറ്റുകയല്ല. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നാട്ടിലാണെങ്കിൽ നമുക്ക് പല ബൈപ്പാസ് ചെയ്യാം, ബൈപ്പാസ് ചെയ്ത് പോവാം. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ആരും ശ്രമിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് തക്കതായ മദ്യപാനികളുണ്ടെന്നും അത് മാറി കിട്ടണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹം കാണും. അത് വേണം. രോഗികളുണ്ട്, അവർക്ക് രോഗശുശ്രൂഷ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ അവിടെ ആൾക്കാരും തുനിയുന്നില്ല. ഇതിന്റെ പുറകെ പോകാനായിട്ട് ഇവിടുത്തെ ആൾക്കാരും തുനിയും. ഇവിടെ ജോലി കഴിഞ്ഞ് അത്യാവശ്യം 1 മണിക്കൂർ വൈകിട്ട് എന്തെങ്കിലും ഓടിപ്പോയി ചെയ്യുന്നല്ലാതെ മദ്യപാനിയുടെ കൈ കിട്ടിയാൽ ചികിത്സിക്കല്ല, ശിക്ഷിക്കുകയാണ്. ഇവിടെ കിട്ടിക്കഴിഞ്ഞാലും മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ പരാതി അടിക്കുക അല്ലെങ്കിൽ അത് വേറെ കേസ്. അതല്ല, ഇതിപ്പോ ഇതിനെ പറ്റി അവർ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ടൈം ഉണ്ട്. അതൊന്നത് കേസ് ചോദിച്ചതിന് മറുപടി അല്ലേ? ശ്രമിച്ചിട്ടുണ്ടോ? സാറ് പറയുന്നത് അതല്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. പറയുന്നേ അദ്ദേഹം പറഞ്ഞു ഇവിടെ ശ്രമിക്കാനുള്ള ആളില്ലല്ലോ. ആരാ പോകുന്നത്? നമ്മളെല്ലാം പോകണം. താമ ജോലി കഴിഞ്ഞ് പോകും, 1 മണിക്കൂർ പോകും. ഇതിന്റെ പേരിൽ ഏത് കള്ളക്ഷാപ്പിലും വേറെ പറയാം. ഇവിടെ പറ്റിയല്ല. അതല്ല, നിങ്ങൾ പറയുന്ന സമയമില്ലെന്ന്. നാളെ രാവിലെ പള്ളിയിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും പേഴ്സണൽ പ്രേയർ, ഫാസ്റ്റിംഗ് പ്രേയർ, അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അച്ഛനും സന്നദ്ധനും കൂടെ ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ട് വീട്ടിൽ പോയി ഒരു ഓഫീസറെ കണ്ടാൽ നമ്മൾ പെർമിഷൻ കിട്ടത്തില്ല. അതോ നമുക്ക് ഓഫീസ് മുഖേന പോയി നോക്കിയാൽ ചിലപ്പോൾ അറിയാം. അവരുടെ എൻ്റെ ഒരു വിശ്വാസം, ഇങ്ങനെയുള്ള ഇതിൽ ചെന്നാൽ അവർ വളരെ സഹകരിക്കും. കാരണം ഈ പഴയ പോലെ അല്ല ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഒത്തിരി ഇപ്പം എഡ്യൂക്കേറ്റഡ് ആണ്, ഇവര് നല്ല അറിവുണ്ട്. ഇപ്പൊ എതിർപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. എതിർപ്പൊന്നും വരത്തില്ല. മദ്യപാനികളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തന്നെ പിന്നെ CID വിടും. നമ്മുടെ ഇവിടെ വേറൊരു വേർഷനിലാണ് ദുബായിക്കാരനല്ലേ ഒരു ഷെയ്ക്ക് ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. അല്ലല്ല, അബുദാബി. സാറേ, ഇത് വളരെ ഇവിടുത്തെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. നമ്മളത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞോണ്ടല്ല. ഇവിടെ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ മതപരിവേഷത്തിന്റെ ലെവലിലേക്ക് പോകും. ഇല്ല, പള്ളിയായിട്ടല്ല പോകുന്നതെന്ന്. പള്ളിയും കൊണ്ടാണോ അവിടെ പോകുന്നത്? അത് നമുക്ക് നിയമത്തിന്റെ ഒരു ലൈസൻസ് തരത്തില്ല. അങ്ങനെ ലൈസൻസ് ഉണ്ട്, ഇന്നതിന് പോകാൻ നിങ്ങൾക്ക് പെർമിഷൻ വേണം. ഞാനേ ഒരുത്തനെ ഇവിടെ കാണണ്ടെന്ന് വെച്ചെങ്കിൽ ആ പുള്ളിയെ കണ്ടാലെന്ന് എനിക്ക് തോന്നുന്നു. സണ്ണി വർക്കിയില്ല, സണ്ണി വർക്കിക്ക് അവരുമായിട്ടൊക്കെ വലിയ ബന്ധമില്ല. സണ്ണി വർക്കിയുടെ അപ്പൻ വർക്കി എൻ്റെ വലിയൊരു, ഞങ്ങൾ ഒരുമിച്ച് ലോയ്ക്ക് പഠിക്കുമ്പോൾ എവർക്കൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ എവരെ ലോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ മദ്യപാനം നിർത്താൻ എൻ്റെ അടുത്തൊരു അച്ഛൻ പറഞ്ഞ് ഞാൻ എന്നെ വലിയ ഇതായിട്ട് വന്ന് പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇതെൻ്റെ കാണപ്പെട്ട ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഇതുണ്ട്. അപ്പം ഞാനിവിടെ വന്ന പുള്ളിയെ കാണാത്ത പലരും പറഞ്ഞു ഇത് അഹങ്കാരിയാണ്, അഹങ്കാരം ഉള്ളവരോട് നമ്മളെന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ പോകാതെ ഈ ഒരു വിഷയത്തിന് വേണേൽ നമുക്ക് കാണാം. കണ്ടാൽ പുള്ളിക്ക് ഈ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമല്ല. ഈ ഐഡിയ പുള്ളിയോട് പറഞ്ഞിരിക്കുന്നത് സണ്ണിവർക്ക് ഏത് ഭാഗത്താണ് താമസം? അപ്പോൾ എന്നെ അറിയുമോ എന്നാദ്യം വിളിക്കുക. എനിക്ക് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ
ഇപ്പൊ പുള്ളിയെ ഫോണിൽ വിളിക്കാനും ഇത് ഇപ്പം വിളിക്കണം. പിന്നീട് നാളെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, നമുക്ക് ദാൽമാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. എന്നാ അച്ഛനോട് ചോദിച്ചാൽ അച്ഛനുമായി പോവാം. കറക്റ്റ്. ഒരു കാര്യമേ ഉള്ളൂ, അതായത് അത് നമ്മളെ ഒഴിയാനല്ല നോക്കേണ്ടത്. അല്ല, ഞാൻ ഒഴിയാൻ How it പറയുന്നില്ല. is possible എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ കയറി ഒരാളെ ചൂണ്ടിക്കാണിക്കാനൊക്കെ ആള് മദ്യപാനിയാണെന്നതാണ് അവരുടെ ഒരിക്കലും ഒരുത്തനെ അല്ല ചൂണ്ടല്ല. അതിനോട് പറ്റുമോ എന്നുള്ള ചോദിക്കുന്നത്. അതായത് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇവരുടെ ഈ ഒരു വിഷയം ഇവരിതിനെ കാണുന്നത് അങ്ങനെ മദ്യപാനികൾക്ക് ക്യാമ്പിലില്ല. ഇവർക്കത് പ്രത്യക്ഷത്തിൽ കൊണ്ടവർക്ക് താല്പര്യമില്ല. കാരണം ഇവരുടെ രാജ്യത്തിന്റെ ഇമേജിന് സംസാരിച്ചിട്ടുണ്ടോ? എനിക്കറിയാം, അതുകൊണ്ടാണ് അറിയാവുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നതാണ് പറ്റിയല്ല. സാർ പറഞ്ഞത് വളരെ ശരിയാ. അവരുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇരിക്കട്ടെ, ചില പോലീസുകാരങ്ങനെ ആയിരിക്കും. പോലീസുകാർ കൺസേൺ ഇല്ലാത്ത ഒരു ഹ്യൂമൻ 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ കൺസേൺ ഉള്ളവനായിരിക്കും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓഫീസർ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ തിരക്കി പിടിക്കുന്ന നമ്മുടെ ജോലിയല്ല, അവർക്ക് അവരുടേതായ നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. നടക്കുമെന്ന് വെച്ച് 100 കാര്യം ചെയ്യാമെങ്കിൽ 10 കാര്യം നടന്നല്ലോ. 10 കാര്യം നടന്നില്ല. വിച്ച് ഇസ് ബെറ്റർ. ഒന്നും നടക്കാതിരിക്കുന്ന 10 കാര്യം. എൻ്റെ ജീവിതത്തിലെ ഒരെണ്ണം ഏത് പ്രസ്ഥാനത്തിന് പോയാലും അന്ന് പറയും. ഇപ്പം പറയത്തില്ല, ബിക്കോസ് ചെല്ലുന്നൊക്കെ നടക്കുന്നുണ്ട്. അത് നടക്കത്തില്ല. യാചിച്ച് നടന്ന കുഷ്ഠരോഗികൾ ഒരിക്കലും അമനബിളാകത്തില്ല. അവരെ റിയാലിറ്റി ചെയ്യാൻ ഒക്കത്തില്ല. എറണാകുളത്ത് നിന്ന് സർവേ റിയാലിറ്റി ഈ റായ്പുറ മേഖലകളിലുള്ള ജന്മിമാരെ അവരുടെ ദാതാക്കളെ ഒതുക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് സർവേ ചെയ്ത് തുടങ്ങുമ്പോൾ ദൈവം അത് നടത്തി. നമ്മുടെ സഭയില് ഒരു നവീകരണം ഇങ്ങനെയുള്ളതിന് വേണ്ടി ചെന്നാലൊന്നും അതിന് വലിയ ഒരുപാട് ഭദ്രാസനം മുഴുവൻ അത് തയ്യാറായി. എത്രയോ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ബോംബെയിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഒരിക്കലും നടക്കുകയെന്ന് സർവരും പറഞ്ഞതാണ്. അവിടുത്തെ റെഡ് ലൈറ്റ് ഷീറ്റിലെ കുഞ്ഞുങ്ങളെയൊക്കെ റിഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നടക്കത്തില്ല, ഇല്ലോട്ട് കിട്ടത്തില്ലെന്നുള്ളത്. മൊത്തം സഭയുടെ ഒത്തി അത് ഈ ക്രിസ്തുസിനെയും ആ അച്ഛനാണ്. അച്ഛനിൽ കൂടെ വന്നവരെയെല്ലാം വിളിച്ചു കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. നടന്നു. നടക്കുകയെന്ന് പറഞ്ഞാൽ പലരും നടക്കും. നാട്ടിലെ മദ്യപാനികളുടെ ഇടയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഏതാ നാട്ടിലെ എറണാകുളത്തോ ട്രിവാൻഡ്രത്തോ ബോംബെയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലം മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? വെണ്ണിക്കുളം ജോർജായൻ അറിയപ്പെടുന്ന മധ്യവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളുടെ അനേക മേഖലകളിൽ പോയി പ്രവർത്തിച്ചവനായി ഞാൻ. ഇവിടെ ഉണ്ടല്ലോ ഈ മിക്കതും പല ഏരിയകളിലാണ് മദ്യപിച്ച് നടക്കുന്നവർ. മാർഗിയെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് എത്രയോ ആളുകളാണ് മദ്യം വിട്ടു വന്നതെന്നറിയാം. അവർക്ക് എന്നിട്ട് ക്രിസ്ത്യൻ കൂട്ടായ്മകൾ ഫോം ചെയ്യും. ചുരുക്കത്തിലും പിന്മാറ്റത്തിൽ പോകുമ്പോൾ ഈ കണ്ടിന്യൂസ് നാളെ അതിനെക്കുറിച്ച് ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് CID ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അത് കിട്ടേണ്ടത്. ഏതാ CID ഡിപ്പാർട്ട്മെന്റ് ഞാൻ അതിൻ്റെ കാര്യത്തില്ല. ഈ സംയോജിക്കവരുമായിട്ടൊക്കെ വലിയ പിന്നെ പുള്ളിക്ക് ഇല്ല, പറ്റില്ല. ഇതിനൊക്കെ നമുക്ക് ഈസിയാ. പിന്നെ നമുക്ക് ആളുകളെ കാണാം. അതെ. വേറൊരു കാര്യം, ഓക്കെ, അത് ഞാൻ കോൺഫറൻസിൽ സാർ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. സാറ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നല്ലോ ഇങ്ങനെ ഒരു കോഡ് സാറിന് കിട്ടുന്നത്. ഞാൻ കോൺഫറൻസിൽ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. അതെന്താ എങ്ങനെയാ സാറിന് ആ ഒരു ഞാൻ ഇതേ എനിക്ക് കുഞ്ഞിലെ സുവിശേഷ പ്രസ്ഥാനത്തിന് പോകണമെന്നായി അങ്ങനെ വിചാരിച്ച് വീട്ടിലും എല്ലാം വെച്ചത്. MA കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ റിട്ടയർ. ഞാനാ മൂത്തവൻ. അപ്പം എനിക്കൊരു ജോലിക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. വീട്ടിലെ കാര്യം നടക്കും. ഉടനെ AG's ഓഫീസിൽ
അപ്പർ ഡിവിഷനിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, സെക്രട്ടേറിയറ്റ് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം. അപ്പം ഞാൻ അവിടെ ചേർന്നു. 5 കൊല്ലം കൊണ്ട് എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം പഠിച്ച് ജോലിയൊക്കെ ആയി ഈ ലൈവിൽ ചെയ്ത് പോയി. അപ്പോൾ അവിടുത്തെ ഡിബേറ്റ്സിനൊക്കെ ഞാൻ അതൊക്കെയുള്ള എല്ലാവരും പറഞ്ഞ് വക്കീലാണ്. അങ്ങനെ ഞാൻ അക്കൗണ്ടൻറ്റ് ജനറൽസ് ഓഫീസിൽ ഉള്ളപ്പോഴേ ലോ എല്ലാം പഠിച്ചുകൊണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ചെന്നപ്പോൾ എവർക്കൊന്നും മനസ്സിലാകാത്ത അവർക്ക് ക്ലാസ്സുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഒന്ന് ലോയറായി. ട്രിവാൻഡ്രത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഫേമസ് ക്രിമിനൽ കേസ്, കള്ളനോട്ട് കേസ് പറഞ്ഞു. മണ്ണൂർ പോകുന്നപ്പോഴൊക്കെ ഒരു വലിയ ക്രിമിനൽ ലോയേഴ്സാണ്. അവിടെ എനിക്കൊരവസരം കിട്ടി. കോടതി എനിക്ക് അതിൽ ഇതില്ലാത്ത പുള്ളിയാണ് അല്ലല്ല, പ്രതികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിവില്ലാത്ത പ്രതികൾക്ക് കോടതി നിന്നാക്കും. അങ്ങനെ എന്നെ ഒരു പ്രതിക്ക് വേണ്ടി ഞാൻ ബാധിച്ച പ്രതിയെ വേറെ പെരപ്പക്കോടൻ എന്ന് പറയുമ്പോൾ വലിയൊരു പിന്നല്ലോ പുള്ളിയുടെ പ്രതിയെ മാത്രം വിട്ട് ബാക്കിയുള്ളവരെ എൻ്റെ ആർഗ്യുമെൻ്റ് മണ്ണൂർ പോകുന്നപ്പോഴുള്ളവരെ പറഞ്ഞു എക്സെപ്ഷനലി ബ്രില്യൻ. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു ഈ കോടതിയല്ല ഹൈക്കോർട്ടാണ്, യുവർ കോർട്ട്. അന്ന് ഹൈക്കോർട്ടിൽ KC ജോൺ എന്ന് പറയുന്നത് എൻ്റെ മദറിൻ്റെ കസിനാണ്, വളരെ പ്രാക്ടീസുള്ളതാണ്. പുള്ളിയുടെ അവിടെ ചെന്ന് കോർട്ടിൽ അങ്ങനെ ഒരു കൊച്ചനായിട്ട് ചെന്ന് നല്ല ഇതായി എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ഏത് കേസ് കൊടുത്താലും ജഡ്ജിമാർ എനിക്ക് സ്റ്റേയും ഇഞ്ചക്ഷനൊക്കെ തന്നു ഒരുപാട് കേസ് കിട്ടി, സമ്പാദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു കുറേ പണം ഉണ്ടാക്കിയാലെന്താണെന്ന് തോന്നുന്നത്. ആ കാലത്ത് വന്ന് തിരുവനന്തപുരത്ത് 30 സെൻറ്റ് സ്ഥലം ഒരു മജിസ്ട്രേറ്റിൽ 7 കൊല്ലം കൊണ്ട് ഒരു കെട്ടിടവും കൂടെ വാങ്ങിച്ചു. എറണാകുളത്ത് ഒരു ഹൗസ് പ്ലോട്ട് വാങ്ങിച്ചു. പിന്നെ തിരുവല്ലായി നമ്മുടെ സന്നദ്ധത്തിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരേക്കർ ഞാനും എൻ്റെ 3 കസിൻസും കൂടെ വാങ്ങിച്ചൊരു ഫാക്ടറി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടേണിംഗ് പോയിന്റ്. എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്നത് ഒരു സിമൻറ്റ് ഇടവഴിയുണ്ട്, ലൈൻ. അതെൻഡ് ചെയ്യുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസം. ആ ലൈനിൻ്റെ 2 സൈഡിലുമുള്ള വീട്ടുകാരെല്ലാം കുറ്റിക്കാണ്. അപ്പോൾ എൻ്റെ മോൻ അന്നൊരു 3 വയസ്സ് പ്രായമില്ല. അവനിങ്ങനെ ഈ സിമൻറ്റ് ഇവിടെ കൂടെ ഇങ്ങനെ പതുക്കെ വെച്ച് ഇങ്ങനെ നടന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ജോലിക്കാരൻ കൊച്ചൻ, അവനൊരു എക്സെൻട്രിക് ടൈപ്പാണ്. അവൻ്റെ കാലല്ലോ അറിയാതെ ചോദിച്ചു കൊച്ചു കൊച്ചനുണ്ട്. അവൻ പള്ളൊക്കെ ഒറ്റയിടി കൊടുത്തു ഇങ്ങനെ. അപ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് താരോ കണ്ടു നിന്നവർ അവനിങ്ങനെ പെട്ടെന്ന് നടത്തി അവൻ മാറി. ഞാൻ വന്ന് എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ കുഞ്ഞിനെ ഇടിച്ചത്? അപ്പം എൻ്റെ അടുത്ത് എന്നെ ചവിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണോ വാങ്ങിപ്പാന്ന് പറഞ്ഞു. ഞാൻ ചെവിക്കുറ്റി ഒറ്റ അടിയാണ്. അപ്പോൾ ഈ കുറ്റിക്കാരുണ്ടല്ലോ, ചെറുപ്പക്കാരെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്യും. ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് എന്നെ തല്ലണം. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇങ്ങനെ ചവണോട് ഇതേ വരും. അപ്പോൾ അതിലൊരുത്തൻ ചെറിയൊക്കെ പോലത്തെ ഒരാൾ അതിൻ്റെ തന്തയെ തല്ലണോ അന്ന് പറഞ്ഞിട്ട് നിർത്തി. പെട്ടെന്ന് എനിക്കൊരു ദേഷ്യം. ഞാൻ വീട്ടിൽ ചെന്ന് വലിയൊരു വെട്ടുകത്തി, പുത്തൻ വെട്ടുകത്തി അവിടെ എടുത്തുകൊണ്ട് വന്നു. യവന്മാരെ വെട്ടി കൊന്നനെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ യവന്മാരെല്ലാം ഓടിക്കുന്നത് അല്ലെങ്കിൽ ഒരുത്തനെ കൊന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങി. എന്നോടൊരു ക്വസ്റ്റ്യൻ, നീ പ്രൈവറ്റ് ഡിഫൻസിന് കോടതി വിടും, പക്ഷേ ഇന്ന് നീ ഇവിടെ കിടക്കും. ഭാരത സുവിശേഷീകരണത്തിന് സ്വപ്നം കണ്ട നീ ഇന്ന് ജയിലിൽ കിടക്കുകയില്ല. വേറെ ആരെയും ഞാവുമെന്നൊരു ക്വസ്റ്റ്യൻ. അതാണ് എനിക്ക് ചേഞ്ച്. അതിനെ ഞാൻ ചിന്തിച്ചു, ഭാരത സുവിശേഷീകരണം എങ്ങനെ നടത്തണമെന്നുള്ളത് ചിന്തിച്ച് അതിനെ ഞാൻ 4ആയിട്ടൊക്കെ തരം തിരിച്ചൊക്കെ എഴുതി. 150 പേജോളം.
അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രിസോസ്റ്റം തിരുമേനി മാത്രമേ അത് പരിചയം. അപ്പോൾ തിരുമേനി ഞങ്ങളുടെ ഇടപെടിയായിരിക്കും. അന്ന് തിരുമേനിയും ചേർന്ന് ഞങ്ങൾക്ക് പല പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ്. അപ്പോൾ തിരുമേനിക്ക് ഇതിൽ ഖുറാൻ കൊണ്ടുപോകാൻ ഞാൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് നിശ്ചയിക്കാവുന്നു. ഞാൻ ചെന്ന് തിരുമേനി രാത്രിയാണ് എല്ലാം വായിച്ച് നോക്കിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നടക്കുമെന്നുള്ളത് ആ സംശയം. പക്ഷേ എനിക്ക് സൈറസിനെ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നടന്നില്ല. യു ട്രൈ ഇൻ യുവർ പാരിഷ്. എറണാകുളത്തെ ശാലയുണ്ട് അവിടെ. അപ്പോൾ ഡി അലക്സാണ്ടർ അച്ഛൻ അവിടെ ഇരിക്കുന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് തിരുമേനിയുടെ ഇതൊക്കെ ഉണ്ടെന്ന് പുള്ളിക്കും ഇതൊക്കെ കൊന്നാൽ ആദ്യം അല്ലേ അങ്ങനെ വന്നു. ഇടവ് മിഷൻ അങ്ങ് ശക്തിപ്പെട്ടു. അപ്പോഴൊരു കുഷ്ഠരോഗി ഞങ്ങളുടെ വീട്ടിൽ വന്ന് യാചിക്കും. ഞാൻ പറഞ്ഞ് ഇങ്ങനെ യാചിച്ച് നടക്കരുതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നം വന്ന് പഠിക്കണം, ഞങ്ങളെ ഈ ഹോമിൽ നിന്ന് താമസിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് വെച്ചാൽ കുട്ടികളുടെ വീട്ടിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡി അലക്സാണ്ടർ നമുക്ക് ആകാമെന്നും പറഞ്ഞ് അവർക്ക് ഭക്ഷണപ്പൊതിയൊക്കെ കൊടുത്തവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ജോർജ് കണ്ണന്താനം എന്ന് പറയുന്ന വലിയ വക്കീൽ, നല്ല വക്കീൽ, പുള്ളി ഇതുപോലൊരു മുഷ്ടിയോട് പറഞ്ഞു, സൈറസ് എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുള്ള ഒരു വക്കീലുണ്ടോ, വക്കീലാണ് ഞങ്ങളുടെ കാര്യം പുള്ളിയോട് ചോദിച്ച കാര്യമുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് കണ്ണന്താനം വന്നപ്പോൾ സാറിൻ്റെ ഒരുമിച്ച് അവിടെ പോകാമെന്ന് പറഞ്ഞ് ചെന്ന് കണ്ടപ്പം ഈ കാതലിക് സിസ്റ്റേഴ്സ് ഇറ്റാലിയൻ മദാമ ഡോക്ടേഴ്സാണ്, അവരല്ലേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അവർ പറഞ്ഞു അച്ഛൻ വന്ന് ഞങ്ങൾ ഇവരുമായിട്ട് ബന്ധമുണ്ട്. ഈ പറഞ്ഞു 10 കുഷ്ഠരോഗികൾ പുറത്തിങ്ങനെ നടക്കാൻ വ്യാഴ്ച നടന്നാൽ ഇത് പകൽ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും അവർക്ക് ചിലവ് കൊടുക്കാമെങ്കിൽ അവർ ഓർമ്മ കണ്ണെന്താണെന്ന് പറഞ്ഞ് ഏറ്റേക്കാം. ഞാനതങ്ങേറ്റു. ഇവിടെ ഇടവിശരി വന്ന് പറഞ്ഞിട്ട് പല അച്ഛനും പറഞ്ഞ് നമുക്ക് ദൈവം നടത്തുമെന്ന്. അപ്പോൾ കണ്ണെന്താനും ഉദ്ദേശിച്ച് നല്ല ബുദ്ധിപൂർവമായി ഈ ലയൺസ് ക്ലബ് റോട്ടറി ക്ലബ് ഒരുപാടുണ്ടോ, അതിൻ്റെ എല്ലാം പ്രസിഡൻറ്റും സെക്രട്ടറി എല്ലാം വക്കീലന്മാരാണ്. അവരോട് പറഞ്ഞ് ഇതിൻ്റെ ആദ്യകാലത്ത് ഇങ്ങനെ തെളിവ് നടന്നു. ഒടുവിൽ എവരെ മാത്രമല്ല യായിക്കാവുന്ന സർവേ അവിടെ ഞങ്ങൾ ഇപ്പോൾ 11 ഏക്കർ സ്ഥലം അവിടെ ജീവൻ സെൻ്റർ എന്ന് പറഞ്ഞ് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുണ്ട്. റീഹാബിലിറ്റി വടാട്ടുപാറ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ സുവിശേഷ പ്രസ്ഥാനം നടത്തി 2 ഇടവകയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ട്രൈബൽസിനെ കണ്ടു. ഞാൻ ഇതിലേക്ക് വരുന്ന അങ്ങനെ. അപ്പോഴെനിക്ക് അറിയാം ഞാൻ 83 എൻ്റെ മനസ്സിൽ വന്നു 83 ഇത് വിട്ട് പോകണം. അതുകൊണ്ട് 77 ശേഷം ഞാൻ പുതിയ കേസുകളൊന്ന് ഫയൽ ചെയ്യാൻ പോകും. ആദിവാസികളെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. അപ്പോൾ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സുവിശേഷം അറിയും. അതിന് ഒരു കപ്പിളിനെ സുവിശേഷയുടെ ആക്കാൻ 600 രൂപയിൽ മാസം വേണം. 79-ലാണ്. അപ്പോൾ എവിടെ കിട്ടും 600 രൂപ? ഞാൻ എൻ്റെ പ്രാക്ടീസൊക്കെ ഇല്ല, വരവെനിക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ഈ എറണാകുളംകാർക്ക് വരെ ഒരുപാട് പദ്ധതി ആയതുകൊണ്ട് അവർക്കും ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ദൈവം ഇത് സെപ്റ്റംബർ 79 ഒക്ടോബറിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മദ്രാസിൽ വേൾഡ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് കൂടി അവർക്ക് സോഷ്യൽ ആക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാൻ എല്ലാ കൺട്രീസിലും കൂടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇവിടെ മദ്രാസിൽ അവരുടെ ലീഡേഴ്സ് 150 പേരെ വിളിച്ചു. നിങ്ങളാർക്കെങ്കിലും ബോംബെയിലുണ്ടായിരുന്നവരുണ്ടൊക്കെ അറിയാം. KJ ജോസഫ് എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു എഞ്ചിനീയറായിരുന്നാലും ഹ്യൂജ് സാലറി ഇട്ട് പുള്ളി അത് കളഞ്ഞിട്ട് ഇവാഞ്ചലിസ്റ്റായി. ഏഷ്യൻ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറിയാണ് പുള്ളിയായിരുന്നു എൻ്റെ കോളേജിൽ. അതുകൊണ്ട് മാത്രം എന്നെയും വിളിച്ചു. അതിന് നോടിയില്ല വലിയ തിയോളജിൻസാണ്. ഒരു സബ്ജക്റ്റ് ക്രിസ്ത്യൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ പോളിറ്റിക്സ്.
അത് പ്രസംഗിക്കേണ്ട റെനാഷേസി എന്ന് പറഞ്ഞ നാഗാലാൻഡ് ഇന്ത്യ മെമ്പർ ഓഫ് പാർലമെന്റ് ആ പ്രസംഗിക്കേണ്ട സമയത്ത് അവർ കുറച്ച് മണിക്കൂറിന് മുന്നേ വിളിച്ചു പറഞ്ഞു ഐ ആം ഹെൽഡ് അപ്പ് ഇൻ ഡൽഹി നോ പ്ലെയിൻ സോ ഐ കാൻ കം. അപ്പം ഇവരെല്ലാം മുന്നിൽ ഇന്റർനാഷണൽ തിയോളജിയൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് സാം കമലേസൻ വേൾഡ് വിഷൻ്റെ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ്, വേൾഡ് വിഷൻ ഇന്ത്യയിലോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളി അറ്റൻഡ് ചെയ്ത് ഈ പ്രസംഗം അപ്പം എന്നിട്ട് ഞാൻ ഏറ്റ് പ്രസംഗം ചെയ്യും. വാസ്തവത്തിൽ ദീപാത്മാവിൻ്റെ രീതിയിലുള്ള നല്ലൊരു പ്രസംഗമായിരുന്നു. ഇവർ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് സാന്തമലേസം വേൾഡ് വിഷൻകാർ വന്നതേ ഉള്ളൂ. ഇയാളുടെ കൂടെ നമ്മൾ മിക്കണം, പുള്ളിയെ നമുക്ക് വളരെ പ്രയോജനപ്പെടും എന്നവരോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ചയ്ക്ക് എനിക്കൊരു ലെക്ചർ അൺറീച്ച്ഡ് ഏരിയകളിൽ വല്ലതും വല്ല ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വല്ലതും നടത്തണമെങ്കിൽ സെൻഡ് യുവർ പ്രപ്പോസൽ. ഞാൻ ആ പ്രപ്പോസൽ കൊടുത്തു. വട്ടവട എന്ന് പറയുന്ന മേഖലയിലെ 15 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ്, കണ്ണമ്പടി എന്ന് പറയുന്നിടത്ത് 9 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ്, പിന്നെ അത് ഈ കേരളത്തിലെ വിവിധ ട്രൈബൽ ഏരിയയിലെ 45 പ്രോജക്റ്റുണ്ട്. ഇതെല്ലാം അധികവും മർത്തമാക്കാരുടെ പാർട്ട്ണർഷിപ്പില്ല. അങ്ങനെ ഇതങ്ങ് വളർന്നു. ഇനി ഇതെങ്ങനെ അത് കഴിഞ്ഞപ്പം തെക്കൻ തിരുവിതാംകൂറിലെ സ്റ്റാർഡ് തുടങ്ങി. അപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി അതിൻ്റെ എപ്പിസ്കോപ്പയോട് കൂടുതലും പ്രോത്സാഹിപ്പിച്ച് തെക്കൻ തിരുവിതാംകൂർ മിഷൻ ഫീൽഡിലൊക്കെ വന്നു. ബൈബിൾ ഫെയ്ത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഒരു കോൺഫറൻസ് വെച്ച് പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു വേൾഡ് വിഷനോ KLPയിൽ ഒരു 6 ഇടവകയുണ്ടായിരുന്ന അവർക്ക് 22 ഇടവക. ഇപ്പോൾ അത് ഓൾ ഇന്ത്യ ബേസ് വലിയൊരു പ്രസ്ഥാനം. ഇതെല്ലാം വളർന്ന് അങ്ങോട്ട്. അപ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ പോകണമെന്നുള്ള ഇത് വെച്ച് റായ്പൂരിൽ പോകാൻ വേണ്ടി ആദ്യം ബിലായി വന്ന് ബിലായിൽ നിന്ന് റായ്പൂരിൽ ചെന്ന് മുന്നേ പറഞ്ഞ മിഷനൊക്കെ തുടങ്ങി. അവിടെ ഒരു ഇവാഞ്ചലൈസ് ആളുകൾ രക്ഷിക്കപ്പെടാനപ്പം പോലീസിൽ നല്ല ചാൻസ് കിട്ടി. ഇവിടുത്തെ കലഹാണ്ടി മിഷൻ അവിടുത്തെ അത് ഞാൻ തുടങ്ങി. അവിടെ ഉള്ളവരെണ്ണം ഞാൻ ക്രിസ്ത്യാനികളെ ഏറ്റവും ഉപദ്രവിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ഞാൻ താമസിച്ച വില്ലേജിലെ ക്യാമ്പസ് സ്കൂൾ സൈഡിൽ ജീസസ് ഫിലിം കാണിച്ചു. അത് തല്ലി തകർത്ത് ആ കാണിക്കാൻ കൊണ്ടുവന്ന പാസ്റ്ററെ അടിച്ച ഒരു സ്ഥലത്താണ് ഞാൻ. അപ്പോൾ ഈ ജനങ്ങളെ ഒരു ഇതും ഗവൺമെൻറ് ഇതും കിട്ടാൻ ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാം കേരളത്തിൽ വളരെ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതുപോലത്തെ രീതിക്ക് ഇവിടെ തുടങ്ങാമെന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലായിടത്തും തുടങ്ങണം. അത് ഞാൻ കളക്ടറെ കാണാൻ ചെന്നു. ഒരു കർണാടകക്കാരനാണ്, അശോക് ലാൽവ. എന്നെ ആദ്യം വിളിച്ചു ചെന്നത് എന്നെ എണീറ്റ് സൂചിച്ചു. എനിക്ക് അത്ഭുതം തോന്നി, ഇയാൾക്ക് എന്നാ കർണാടകക്കാരൻ. ഞാൻ കൊല്ലംപള്ളി പ്രസംഗിച്ചപ്പോൾ ഈ പുള്ളിയുടെ കുഞ്ഞിലേ മുതലുള്ളൊരു സ്നേഹിതരുണ്ട്. നമ്മുടെ ഒരു അച്ഛൻ്റെ മകനാണ് ഡോക്ടർ ഫിലിപ്പ് തോമസ്, ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണ്. ഇവർ വലിയ കൂട്ടുകാരാണ്. എൻ്റെ കൊല്ലം പള്ളിയിലെ പ്രസംഗത്തിൽ പറഞ്ഞ കലകാണ്ടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കലകാണ്ടി കളക്ടറാണ്. ഇയാൾക്കുള്ളിൽ ലെറ്റർ ഇട്ടു, എൻ്റെ വലിയ ഗുരു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുള്ളതും ഇല്ലാത്തതെല്ലാം കൂടി എഴുതിച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലാണ്, നീ കണ്ടുപിടിച്ച് വേണ്ടതൊക്കെ ചെയ്തോണം. അങ്ങനെ എന്നെ കണ്ടുപിടിക്കാൻ ഇരിക്കുമ്പോഴത്തിൽ നിന്ന് ഞാനിതാ പറഞ്ഞത്, ക്രൈസ്തൻ്റെതായി പോകുമ്പോൾ ദൈവം ഇങ്ങനത്തെ വഴികൾ മുഴുവൻ ഒരുക്കും. നമ്മളല്ല. ഒടുവിൽ പുള്ളി നമ്മുടെ വർക്കേഴ്സിനെ ഒരു ഗവൺമെൻറ് വാനിൽ തന്ന ഗവൺമെൻറ് ചെലവിൽ ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാമിൽ കലകാണ്ടി മുഴുവൻ ഇത് പ്രചരിപ്പിച്ചു. സ്ട്രീറ്റ് ഡ്രാമകളൊക്കെ അങ്ങനെ നമ്മൾ പോപ്പുലറായി. അതുകൊണ്ട് ഈ കലകാണ്ടി മിഷൻ ഇപ്പോൾ അച്ഛൻ ചെന്നപ്പോൾ എല്ലായിടത്തും സ്വീകരണം കിട്ടിയ ഞാൻ എന്നിട്ടത് വളരെ കൂടിയപ്പോൾ ഈ പോലീസിൽ മറ്റ് മേഖലകളിൽ വന്നപ്പോൾ ഇത് എനിക്കിവിടെ വന്നപ്പോഴും നിൽക്കാനൊക്കെ തോന്നണം. നമ്മുടെ സഭയിൽ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ. കണ്ടമാണിൽ ക്രിസ്ത്യാനികൾ അറിയാവുന്ന ഉപദ്രവിച്ച് ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന സ്വാമിജിയെ കൊന്നവർ നക്സൽസാണ്.
അത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ട് യവന്മാർ BSP ബദറങ്കമാരെല്ലാം കൂടെ അവിടെ ക്രിസ്ത്യൻസിൻ്റെ മേൽ വലിയ പീഡനം 138 ക്രിസ്ത്യാനികളെ കൊന്നു. 2000 ഇഷ്ടം പേരെ മുൻകേറ്റു. 50,000 പേര് വനത്തിൽ രക്ഷപ്പെട്ടു. 50,000 പേര് ക്യാമ്പുകളിലായി. അപ്പം എനിക്ക് ഈ ആദിവാസികളെയും മറ്റേ ദളിതരെല്ലാം കൂടെ ഒന്നിപ്പിക്കാനുള്ള ഇതറിയാം. അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച യവന്മാർ മുതലെടുക്കുന്നു BSPക്ക്. അതുകൊണ്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങും. അതിന് കുറേ പോസ്റ്ററുകൾ തുടങ്ങണം. ഇവിടെ കാശില്ല. ഞാൻ ദൈവത്തിനെ നടത്തിപ്പേ ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചു. ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ നോക്കുന്നത്. ഡാളസിൽ നിന്ന് അമേരിക്കയിൽ CK കോശത്തിൻ്റെ ഒരു ഫോൺ കോൾ എന്നെ വിളിച്ച് പറഞ്ഞ് എന്നോട് വളരെ സഹകരിച്ചില്ല. റായ്പൂരുള്ള പ്രസ്ഥാനം ഞങ്ങളുടെ അവിടെ ഇരുന്ന് CK കോശി US-ലുള്ളായിരുന്നല്ലേ? USA പോയ CK കോശി ഇപ്പം ഇവിടെ ഇപ്പം ഭോപ്പാലല്ല, ഇൻഡോർ നാഗ്പൂർ അവനാണ് അനുഗ്രഹീതനായ കാലം. എൻ്റെ ഏറ്റവും അടുത്ത പുള്ളി എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങളെ ഇവിടുത്തെ ഡളസിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കണ്ടമാൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അച്ഛൻ അവിടെ ഭുവനേശ്വറിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് എങ്ങനെ ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തക്ക ആളെ കാണാമെന്ന് എൻ്റെ പേര് പറഞ്ഞു. 50,000 രൂപ ഞായറാഴ്ച പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച എന്നിരിക്കട്ടെ, ബുധനാഴ്ചയാണോ എന്നെനിക്കൊരു ഓർമ്മക്കുണ്ട്. 50,000 രൂപ മന്ത്രി തരുന്നു തുടങ്ങി. അത് പിന്നെ KG എബ്രഹാം വന്ന പുള്ളി അത് ഏറ്റെടുത്തു. അത് 12 ഹോസ്റ്റലുണ്ട്, ഇത് 5 ഹോസ്റ്റലുണ്ട്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നടക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പം നിങ്ങളൊക്കെ അവിശ്വസ്തരല്ലേ? ഈ കാണുന്ന ലേബർ ക്യാമ്പിലൊന്നും നടത്താനൊക്കെ നിങ്ങൾക്ക് നടത്താനൊക്കെ നടത്തും. ഈ പറയുന്ന നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ ദൈവം പറയാൻ നമ്മുടെ ദാനിയേൽ മാമനൊക്കെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ യു ടേക്ക് ഇനീഷ്യേറ്റീവ്. ഡോണ്ട് വറി. ദൈവത്തിന് വേണേ നടക്കും. അതിനൊരു നിസ്സാര കാര്യമാണ്. ഈ ക്യാമ്പുകൾ നമ്മൾ പോകുന്ന പോലല്ല ദൈവം അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അത് ദൈവം നാം പോകേണ്ട വഴിക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നു. നമുക്കൊരു ദർശനം തരുന്നതാണ്. ഈ ക്യാമ്പുകളുണ്ടായി അവിടെ ദൈവത്തെ അറിയാതെ കിടക്കുന്നൊരു ജനം നശിക്കുമ്പോൾ നമ്മുടെ ചുറ്റും കിടക്കും. ആദ്യ യെരൂശലേം, പിന്നെ ശമര്യയിലും ഭൂമിയുടെ അക്കത്തോളമൊക്കെ പോകണം. ഇവിടെ ഈ ഒരെണ്ണം അത് എന്നിട്ട് അവിടെ നമ്മൾ വലിയ പ്രസ്ഥാനം നവരംഗപ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് മുഴുവൻ ഒരിടവക 10 യൂണിറ്റ് വീതം എടുത്ത് ഒരു യൂണിറ്റ് 70 വലിയ കറി, ഒരു യൂണിറ്റിന് 5,000 രൂപ മാസം. ഞാനിവിടെ പറഞ്ഞത് ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിന് പറ്റി സാധ്യത ഇവിടെ ദുബായിലായിരുന്നു, അനിയിലാണ്. ഒറ്റ വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു, ഒരു യൂണിറ്റ് ഞാൻ 5,000 പറഞ്ഞു. അങ്ങനെ ഈസി ആയിട്ട് ഇവിടെ ജനറലായിട്ട് നടക്കുന്നു. പക്ഷേ ഇവിടെ നമ്മളെ യൂസിലേക്ക് വരണം. പിന്നെ ചോദ്യം ചോദിക്കണേ ചോദിക്കാം. അല്ല, ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ഒരു മാസം മുമ്പ് ലോർഡ് ഓർഗസ് കണ്ടെത്താനും പറ്റൂ. ഏതാ ലോർഡ് ഓർഗസ് കണ്ടെത്താനാണ് പറ്റൂ. നമ്മുടെ ഈ സെൻസസും പ്രകാരം ഇപ്പോഴും ക്രിസ്ത്യൻസ് ഇന്ത്യയിലെ 2.5-3% നമ്മൾ ഇത്രയും വർദ്ധക്ക് ചെയ്തിട്ടും അതിന് വ്യത്യാസം വന്നിട്ടില്ല. ഇതിലെ 2 സൈഡ് നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. 2, ഈ ദലിത് കമ്മ്യൂണിറ്റി അധികവും ക്രിസ്ത്യനായിട്ട് അത് മിക്കവരും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി
ഹിന്ദുവിനെയും കണ്ടിന്യൂ ചെയ്യുന്നു. അവർ ചർച്ച നടത്തുന്നുണ്ട്, അവരൊപ്പം വരുന്നത്. ആക്ച്വലി ഇതിൽ 45% വരുമെന്നാണ് പറയുന്നത്. മറ്റേത് ഞാൻ നമ്മളവിടെ ചോദിക്കുന്നതിന് ചോദ്യം, നരഭോജികളുടെ നാട്ടിൽ ഈ മാർഗം അറിഞ്ഞിട്ട് 300-400 വർഷമായിരുന്നു. ആ നാടുകൾ മുഴുവൻ കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ. സംസ്കാര സമ്പന്നമെന്നറിഞ്ഞ ഈ ഭാരതത്തിൽ ഈ മാർഗം അറിഞ്ഞിട്ട് 2000 വർഷമായി. ഇപ്പോഴും മറ്റേ കണക്കനുസരിച്ചാലും 4% എന്ന് വെച്ചോ. എന്തുകൊണ്ട് ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വർഗം വേദവസ്ത്രം പഠിച്ചിരുന്ന നമ്മൾ പറയും നമ്മുടെ പൂർവികർ ഗുരുമാരല്ല. അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. തോമസിയ വന്ന് കുറേ പേര് സ്നാനപ്പെട്ട് എന്താണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോഴൊക്കെ നായിത്തൊമ്മൻ സുറിയായി എന്ന് വന്ന് വേദവസ്ത്രമൊന്നുമില്ല. മാറപ്രേമിൻ്റെ പ്രാർത്ഥന, മാർ യാക്കൂബിൻ്റെ പ്രാർത്ഥന, പ്രാർത്ഥനകളും നമ്മുടെ ആരാധനക്രമമൊക്കെ കൊണ്ടുവന്ന് ഇത് തുടങ്ങി. യേശു ആരെന്നോ സുവിശേഷം എന്തെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. വേദവസ്ത്രം ഇവിടെയൊന്നും ഇല്ല, അവർക്കും ഇല്ല. അപ്പോഴാണ് വെസ്റ്റേൺ മിഷണറിമാർ വന്ന് വേദവസ്ത്രം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആളുകൾ വായിക്കാൻ തുടങ്ങിയത് എബ്രഹാം മെൽപ്പാൻ. പുള്ളിക്കായി ഏറ്റവും വലിയ പേര് കിട്ടിയെങ്കിൽ പുള്ളി മാത്രമല്ല, കൂടെ വേറെ ഒരു ഗീവറീസ്, ഒരാൾ, അല്ലാതെ തന്നെ കുറച്ച് ലേറ്റീസുമുണ്ട്. അവർ വേദവസ്ത്രം വായിച്ച മനസ്സിലായിട്ട് ഇത് ഈ കാര്യങ്ങളൊന്നും അല്ലല്ലേ യാഥാർത്ഥ്യം. മനുഷ്യരോട് സുവിശേഷം അറിയിച്ച് അവരെ കൊണ്ടുവരണ്ടേ എന്നൊക്കെയുള്ള ചിന്ത സുവിശേഷ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് വന്നാണ്. അന്ന് നവീകരണം വന്ന് നമ്മുടെ സഭ നവീകരിച്ച്, അപ്പോൾ അവരെ മറ്റൊരു ഉൾക്കൊള്ളത്തില്ല. അവർ പുറന്തള്ളി മൊത്തമാസം ഫോം ചെയ്താണ് ഇവിടെ ആദ്യം സുവിശേഷ പ്രസ്ഥാനത്തിലുള്ളത്. അതിൻ്റെ കൂടെ CMSകാരൊക്കെ വന്ന് അവരുടെ ഇത് തുടങ്ങി. എന്നാൽ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആദ്യം തുടങ്ങുന്ന മൊത്തമാക്കാൻ ഈ ഒരു വലിയ താല്പര്യത്തിലാണ്.